പ്ലസ് വൺ ഫിസിക്സിലെ തേർഡ് ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Whenever a body is released from a height, it travels vertically downward towards the surface of the earth. മുകളിൽ നിന്ന് ഒരു വസ്തുവിനെ നമ്മൾ താഴേക്ക് വിക്ഷേപിച്ചാൽ ആ വസ്തു ഭൂമിയുടെ സർഫസിലേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ വന്ന് പതിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു വസ്തുവിനെ താഴേക്ക് ഫ്രീ ആയിട്ട് വിട്ടാൽ ആ വസ്തു എന്ത് ചെയ്യും? ഭൂമിയുടെ സർഫസിലേക്ക് വന്ന് പതിക്കുന്നു. ഇത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയിരിക്കും ഈ വസ്തു പാസ് ചെയ്യുന്നത്. വേറെ എവിടെയും തട്ടുന്നില്ല. വസ്തു നേരെ താഴേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത് എന്ന് നമുക്ക് പറയാം. ഇത് വസ്തു ഇങ്ങനെ വന്ന് പതിക്കാനുള്ള കാരണം ഈ വസ്തുവിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ അനുഭവപ്പെടുന്നത് മൂലമാണ്. This is due to the force of gravitational attraction exerted on the body by the earth. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ വസ്തുവിൽ പ്രയോഗിക്കുന്നത് മൂലമാണ് എല്ലാ വസ്തുക്കളും ഇങ്ങനെ താഴേക്ക് വന്ന് പതിക്കുന്നത്. The acceleration produced by this force is called acceleration due to gravity. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വന്ന് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ആക്സിലറേഷൻ ഉണ്ട്. ഈ ആക്സിലറേഷന് പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിന് ലഭിക്കുന്ന ആക്സിലറേഷന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ ജി എന്ന ലെറ്റർ, സ്മോൾ ലെറ്റർ ജി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ജി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഒരു ഫ്രീ ആയിട്ട് താഴേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയുടെ സർഫസിലേക്ക് വന്ന് പതിക്കുന്നു. ഇങ്ങനെ വന്ന് പതിക്കാനുള്ള കാരണം ആ വസ്തുവിൽ ഭൂമി ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. ഇത് മൂലമാണ് എല്ലാ വസ്തുക്കളും ഭൂമിയുടെ സർഫസിലേക്ക് വന്ന് പതിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഭൂമിയുടെ ആക്സിലറേഷൻ മൂലം വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ അട്രാക്ഷൻ മൂലം, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന് ജി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താഴേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളിലും എന്താണ് വസ്തുവിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അനുഭവപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഈ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. വാല്യൂ ഓഫ് ജി ഈസ് വെരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. ജിയുടെ വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. അത് സ്ഥലത്തിനനുസരിച്ച് ജിയുടെ വാല്യൂവിന് വ്യത്യാസം വരാം. ഇറ്റ് ഹാസ് മാക്സിമം വാല്യൂ അറ്റ് ദ പോൾസ് ആൻഡ് മിനിമം വാല്യൂ അറ്റ് ദ ഇക്വേറ്റർ. അപ്പോൾ ജിയുടെ മാക്സിമം വാല്യൂ ലഭിക്കുന്നത് ഭൂമിയുടെ പോൾസിലാണ്, അതിന് മിനിമം വാല്യൂ ലഭിക്കുന്നത് ഇക്വേറ്ററിലാണ്. അപ്പോൾ അത് എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജിയുടെ മാക്സിമം വാല്യൂ എവിടെയാണ്? പോൾസിലാണ്. മിനിമം വാല്യൂ ഇക്വേറ്ററിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും ജിയുടെ വാല്യൂ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. നമ്മൾ ജിയുടെ ഒരു മീൻ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ മീൻ വാല്യൂ നമ്മൾ ജിയുടെ വാല്യൂ മീൻ വാല്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി എല്ലാ വസ്തുക്കൾക്കും ജിയുടെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഭാരമുള്ള ഒരു വസ്തുവായാലും ഭാരം കുറഞ്ഞ ഒരു വസ്തുവായാലും വസ്തുക്കളുടെ സൈസ് ഒന്നും ഈ ജിയുടെ വാല്യൂവിനെ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. എല്ലാ വസ്തുക്കൾക്കും, അതായത് ഫ്രീലി ഫാളിംഗ് ബോഡീസിന്റെ എല്ലാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അതായത് വാല്യൂ ഓഫ് ജി ഈസ് സെയിം ഫോർ ഓൾ ബോഡീസ്. എല്ലാ വസ്തുക്കൾക്കും ജിയുടെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാ ഫ്രീലി ഫാളിംഗ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ജിയുടെ വാല്യൂ സെയിം ആയിരിക്കും. അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഫ്രീ ഫാൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കളുടെ ഒരു എക്സാമ്പിൾ ആണ് ഫ്രീ ഫാൾ എന്ന് പറയുന്നത്. ഡൗൺവേർഡ് മോഷനിലാണെങ്കിൽ ജിയുടെ വാല്യൂ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്വേർഡ് മോഷനിലാണെങ്കിൽ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ താഴേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളും, അതായത് ഡൗൺവേർഡ് മോഷനിലുള്ള എല്ലാ വസ്തുക്കളിലും
ജിയുടെ വാല്യൂ നമ്മൾ പോസിറ്റീവായിട്ടും, ഇനി ഒരു വസ്തുവിനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കുത്തൽ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നമ്മൾ വിക്ഷേപിക്കുകയാണ്, താഴെ നിന്ന് ഒരു വസ്തുവിനെ നേരെ മുകളിലേക്ക് നമ്മൾ വിക്ഷേപിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ ജിയുടെ വാല്യൂ 9.8 തന്നെയായിരിക്കും. പക്ഷെ അത് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണ് വസ്തു. വെർട്ടിക്കൽ മോഷൻ രണ്ട് രീതിയിൽ വരാം, വെർട്ടിക്കലി അപ്വേർഡ് മോഷൻ ആൻഡ് വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ. വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് എടുക്കും. കാരണം ജി എന്ന് പറയുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അതിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വെർട്ടിക്കലി അപ്വേർഡ് മോഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലും ജിയുടെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ തന്നെയായിരിക്കും. അപ്പോൾ ജിയുടെ വാല്യൂ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡൗൺവേർഡ് മോഷനിൽ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, അപ്വേർഡ് മോഷനിൽ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഫ്രീലി ഫാളിംഗ് ബോഡീസിന്റെ അത് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പറഞ്ഞു, വെലോസിറ്റി ടൈം റിലേഷൻ പറഞ്ഞു, പൊസിഷൻ ടൈം റിലേഷൻ പറഞ്ഞു, അതുപോലെ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ പറഞ്ഞു. ഈ 3 ഇക്വേഷനുകൾക്കും എന്ത് വ്യത്യാസമാണ് വരുന്നത്? വെർട്ടിക്കൽ മോഷന്റെ കേസിൽ ഈ ഇക്വേഷനുകൾക്ക് ചെറിയൊരു മാറ്റം വരും. അതെന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം വെലോസിറ്റി ടൈം റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. V = U+AT എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ആക്സിലറേഷന്റെ കേസിൽ നമ്മൾ A എന്നുള്ള ടേമിന് പകരം നമ്മൾ G ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി T എന്ന് പറയുന്നത് ടൈമാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ V = U+GT എന്ന് നമുക്ക് എഴുതേണ്ടി വരും വെലോസിറ്റി ടൈം റിലേഷൻ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയെ VT എന്നും ഇനിഷ്യൽ വെലോസിറ്റിയെ V0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, VT = V0+GT. അപ്പോൾ വെലോസിറ്റി ടൈം റിലേഷനിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരും. എങ്ങനെയാണ്? V = U+GT എന്ന് വരും. ഇനി അത് വെർട്ടിക്കൽ ഡൗൺവേർഡ് മോഷൻ ആണെങ്കിലാണ് പ്ലസ് വരുന്നത്. ഇനി അപ്വേർഡ് മോഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തോന്നതിന് ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, അപ്പോൾ V-GT എന്ന് വന്നിരുന്നത്. ഇനി അടുത്ത റിലേഷൻ നമുക്ക് നോക്കാം, പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. S = UT+12AT² എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ S = UT, U എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ആണ്, T ടൈം ആണ്, ½ × A എന്ന് പറയുന്ന ടേമിന് പകരം എന്ത് വരും? G എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യും, GT² എന്ന് വരും. അപ്പോൾ X അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, X = V0T+½ GT² എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊസിഷൻ ടൈം റിലേഷനിലും A എന്ന് പറയുന്ന ആക്സിലറേഷൻ വരുന്ന ടേമുകൾക്ക് പകരം നമ്മൾ എന്തായിരിക്കും? G എന്ന ടേം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ അത് +G എന്ന് ഉപയോഗിക്കും. ഇനി അപ്വേർഡ് മോഷൻ ആണെങ്കിൽ അത് -G എന്ന് വേണം ഉപയോഗിക്കാൻ. അതുപോലെ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ നമുക്കറിയാം, V² = U²+2AS എന്നാണ്. ഇവിടെ V² = U² + 2A ക്ക് പകരം നമ്മൾ G ഉപയോഗിക്കുന്നു, അപ്പോൾ +2GS എന്ന് വരും. അല്ലെങ്കിൽ VT² = V0² + 2GX. ഇതാണ് വെലോസിറ്റി ടൈം റിലേഷൻ, പൊസിഷൻ ടൈം റിലേഷൻ, പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷന് വെർട്ടിക്കൽ മോഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള A എന്ന് പറയുന്ന ടേമിന് പകരം നമ്മളിവിടെ G, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഉപയോഗിക്കുന്നത്. ഇനി വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, വെർട്ടിക്കലി അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷനിലുള്ള കേസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്വേർഡ് മോഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ G വരുന്ന ടേമുകളിലെല്ലാം എന്തായി മാറും? മൈനസ് സൈൻ വരാനാണ് സാധ്യത. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.